ശ്രീ എ.കെ. അഷ്റഫ് എം.എൽ.എ ഏറ്റവും ഒടുവിൽ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് അർജുൻ തന്നെയാണോ? തീർച്ചയായും ഞാൻ രാവിലെ തന്നെ സതീഷ് കൃഷ്ണ ശൈല എം.എൽ.എ എന്നെ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ഞാൻ എന്റെ മണ്ഡലത്തിലേക്ക് 2 ദിവസം മുമ്പാണ് ഈ 3ാം ഘട്ട ദൗത്യത്തിനിടയിലും ഞാൻ അവിടെ സജീവമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ വളരെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത 1-2 മീറ്റിംഗുകൾ ഉള്ളതുകൊണ്ട് മണ്ഡലത്തിലേക്ക് മടങ്ങി വന്ന് രാവിലെ സതീഷ് ശൈല എം.എൽ.എ എന്നോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഇതുവരെ കാത്തുനിന്ന ഭാരത് ബെൻസിന്റേതെന്ന് ഉറപ്പിക്കുന്ന ഒരു വലിയ ലോറി ഏതായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഒരല്പസമയത്തിനകം നമ്മളത് പൊക്കുന്നുണ്ട്. അഷ്റഫ് കഴിയുന്നെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു. ആ നിമിഷം തൊട്ട് പ്രാർത്ഥനാപൂർവ്വം അത് തന്നെ ആകണമെന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ജിതിനുമായി ഞാൻ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഏതായാലും ഇപ്പൊ എം.എൽ.എ വിളിച്ചപ്പോ അത് ഭാരത് ബെൻസ് ആണ്, അത് അർജുന്റേതാണ് എന്നുള്ളത് അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. കൂടെ അതിനകത്ത് ബോഡി ഉണ്ടോ എന്നുള്ളത് 100% ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ പിയോട് സംസാരിച്ചു, എം.എൽ.എയോട് സംസാരിച്ചു. നമ്മളെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, ന്യൂസ് 18 ദൃശ്യങ്ങൾ കണ്ടാൽ അതിൽ നമുക്ക് ഒരു മൃതദേഹം കാണാം, വളരെ വ്യക്തമായി, വളരെ കൃത്യമായി കാണാം. അങ്ങനെയെങ്കിൽ അത് അർജുന്റേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമായിരിക്കും. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഭാരത് ബെൻസിനകത്ത് അർജുൻ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടായ ഒരു ദുരന്തം. അപ്പൊ നമ്മളെല്ലാവരും അന്ന് മുതലേ കാത്തുനിന്നത് ആ ലോറി മുകളിലേക്ക് പൊക്കിയാൽ നമുക്ക് ഈ മലയാളികൾ മുഴുവനും കാത്തുനിന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു. ഏതായാലും ദൈവത്തിന് ഒരുപാട് നന്ദി. ഓരോ മലയാളിയും ലോകത്ത് നിന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തുനിന്നത്. തുടക്കത്തിൽ മുഴുവനും നമുക്ക് അർജുൻ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഏതായാലും പ്രത്യേകം കർണാടക ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവിടുത്തെ എം.എൽ.എ സതീഷ് ശൈൽ അദ്ദേഹം നിയമസഭയിൽ പോകാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് രാത്രിയും പകലും അദ്ദേഹം കൂടെ നിന്ന ഒരാളാണ്. അതോടൊപ്പം കോഴിക്കോട് എം.പി എം.കെ. രാഘവേട്ടൻ ഇതിടക്ക് വെച്ച് ഈ ഡ്രഡ്ജിങ്ങിന് 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ കഴിയും, 1 കോടി ഇല്ലെങ്കിൽ ഇതൊരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും എം.കെ. രാഘവേട്ടനും നേരിട്ട് ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയെ സമീപിച്ചുകൊണ്ടാണ് ഇതിന്റെ 3ാം ഘട്ടം ഈ ഡ്രഡ്ജിങ് എത്തുന്ന കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. എം.കെ. രാഘവേട്ടന്റെ പരിശ്രമത്തെ ഒരിക്കലും നമുക്ക് നന്ദിയോടെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ തീർച്ചയായും ഇത്രയും വേഗതയിൽ ഒരിക്കലും ഒരു സംസ്ഥാനത്തും ഒരു ജീവന് വേണ്ടി ഇങ്ങനെ വലിയ തുക ചെലവഴിച്ച് വലിയ ടീം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെ വലിയ ശ്രമം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്തായാലും നമുക്ക് അത് അർജുൻ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അല്പസമയം കാത്തു നിൽക്കാം. ഉറപ്പായും താങ്കളുടെ ഇടപെടലും ഉറപ്പായും ശ്ലാഘനീയമാണ് ശ്രീ എ.കെ. അഷ്റഫ് എം.എൽ.എ. കാരണം അത്രമാത്രം അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ താങ്കളും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു, ഏകോപന ചുമതല നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ എ.കെ. അഷ്റഫ് എം.എൽ.എ. ഒരു കാര്യം കൂടി, താങ്കൾ പോകുന്നുണ്ടോ ഇന്ന് അവിടേക്ക്? ഞാൻ ഇപ്പൊ വിടും, 1 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഉറപ്പിച്ച. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ആരാണ്? ഈ കാർവാർ എം.എൽ.എ. തന്നെയാണോ അതിൽ ഒരു വിവരം തരിക? ഒരു വിത്തിൻ 20 മിനിറ്റ്സിൽ നമുക്കിപ്പോ കൺഫർമേഷൻ കിട്ടും. ഞാൻ എം.എൽ.എ കോൺടാക്ട് ചെയ്തുകൊണ്ട് എം.എൽ.എ ഔദ്യോഗികമായി ചാനലുകാരെ കാണും. റൈറ്റ്. താങ്ക് യു സോ മച്ച്. ശ്രീ എ.കെ. അഷ്റഫ് എം.എൽ.എ. ആണ് പ്രതികരിച്ചത്. മഞ്ചേശ്വരം എം.എൽ.എ. അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നവും ഇതിന് പിന്നിലുണ്ട്. സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രയത്നമുണ്ടായിരുന്നു നമുക്ക് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വന്തം സഹോദരനെ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി എന്നുള്ള ആ തിരിച്ചറിവ് അത് നമുക്ക് വൈകിയാണ് ഉണ്ടായത് എങ്കിൽ പോലും നമ്മൾ ഏറെ നാളെ കാത്തിരിക്കുന്നു. ഏറെ നാൾ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. ആ കുടുംബത്തിനൊപ്പം തന്നെ, ആ കുടുംബത്തിന്റെ മനസ്സിനോടൊപ്പം ചേർന്ന് നിന്നു മലയാളികൾ പൂർണ്ണമായും ഷിരൂരിലെ ദൗത്യത്തിന്റെ നാളുകളിലുടനീളം. എപ്പോഴൊക്കെയും അവിടെ ദൗത്യം ആരംഭിച്ചു അവിടെ കണ്ണുനട്ട് കാത്തിരുന്നവരാണ് മലയാളത്തിലെ മുഴുവൻ ആളുകളും. അത്രമാത്രം സ്നേഹം. എവിടെയോ നിന്നിരുന്ന ഒരു അർജുൻ മലയാളികളുടെ സ്വന്തം അർജുനെ മാറിയത് ആ ഒരു ദുരന്തത്തിന് പിന്നാലെയാണ്. അത് എല്ലാവരുടെയും ചേർന്നുള്ള ഒറ്റക്കെട്ടായുള്ള ഇടപെടലിന് പിന്നാലെയാണ്. അത് മലയാളത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഐക്യത്തിന്റെയും ഒരു മനുഷ്യസ്നേഹത്തിന്റെയും ഒക്കെ ഒരു ഇടപെടലായിരുന്നു നമ്മൾ ശിരൂരിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ പക്ഷെ നമുക്ക് അർജുന്റെ ആ മൃതദേഹം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. അല്പസമയത്തിനകം ഒരു
സ്ഥിരീകരണമുണ്ടാകും. പ്രേക്ഷകർ ദയവ് ചെയ്ത് ക്ഷമിക്കുക, അത് ലോറിയിൽ നിന്ന് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. അതൊരു പക്ഷേ നമുക്ക് സംപ്രേഷണയോഗ്യമല്ലെങ്കിൽ നമ്മളത് മാറ്റും. ദയവ് ചെയ്ത് ക്ഷമിക്കുക. എങ്കിൽ പോലും ആ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലോറിയുടെ ക്യാബിൻ ഏതാണ്ട് പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തിയ മട്ടിലാണ്. ആ ഡ്രഡ്ജറിന്റെ ഹുക്കിൽ അത് കൊളുത്തി ബലത്തിൽ നിർത്തിയിരിക്കുന്നു. പരമാവധി പെട്ടെന്ന് തന്നെ ആ മൃതദേഹം ആ ബോട്ടിലേക്ക്, ആ ടെമ്പററി ബോട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദീർഘനാളായുള്ള പ്രയത്നമാണ്. ദിവസങ്ങൾ 71 ദിവസം പിന്നിട്ടു. 71 ദിവസം പിന്നിട്ട ശേഷമാണ് നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ദൗത്യത്തിന്റെ തുടക്കം മുതൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് പുഴയുടെ അടിയിലാണോ അല്ലെങ്കിൽ കുന്ന് ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കടിയിലാണോ എന്നെല്ലാം. ഏറ്റവും ഒടുവിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാം. ആ പുഴയ്ക്കടിയിൽ അർജുൻ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങൾ അത്രയും. ഇത്രയും നാളുകൾ നമ്മൾ അർജുനെ പരതി നടന്നപ്പോഴെല്ലാം ആ ഗംഗാവലിപ്പുഴയ്ക്കടിയിൽ അർജുന്റെ ട്രക്കും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇപ്പോൾ നേരിൽ കാണുകയാണ്. ന്യൂസ് 18ലൂടെ പ്രേക്ഷകർ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു ഉയർത്തിക്കൊണ്ടുവന്ന ആ ലോറിയുടെ ക്യാബിനും അതിൽ ഒരു മൃതദേഹവും. അത് അർജുനല്ലാതെ മറ്റൊരാളാകുക അത് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ അർജുൻ്റെ ട്രക്കിന് ഏതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോറി ഉടമ മനാഫ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു